നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ ശാലീന ടീച്ചറിൻ്റെ നിത്യതയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാം കൂട്ടുകാരെ. രാവിലെ 4 മണി മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് കൂട്ടുകാരി കാണുന്നത്. ആഴ്ചയിൽ 2 ദിവസം എൻ്റെ നിത്യതി മക്കൾ എൻ്റെ വീട്ടിൽ കാണും. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് നേരെ ജപവും ധ്യാനവും ഡാൻസ് പ്രാക്ടീസും, പിന്നെ നമ്മുടെ വീട്ടിൽ ഏതാണ്ടൊരു 23 കുട്ടത്തിമാരും ഉണ്ട് കേട്ടോ. അവർക്കെല്ലാം ഉള്ള ഫുഡിൻ്റെ കാര്യം, കൃഷിയുടെ കാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നിത്യതി മക്കൾ ചെയ്യും. സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ കൂട്ടുകാരെ? സ്വതന്ത്രമായി അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വൃത്തിയായും വ്യക്തതയോടും കൂടി ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കുക. അതിരാവിലെ മുട്ടയും പാലും ഒക്കെ മേടിച്ചു വരുന്ന ശ്രീലക്ഷ്മിക്ക് 2 ഗാർഡുകൾ ഉണ്ട്. സൂര്യോദയം മുതൽ സൂര്യാസ്തമനം വരെ ഒരു മനുഷ്യൻ ജീവിതത്തിൽ നിർവഹിക്കേണ്ട, അറിയേണ്ട ഒരുപാടധികം കാര്യങ്ങൾ എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ മസ്റ്റായിട്ടും ചെയ്യിക്കും. ആദ്യമൊക്കെ കുറച്ച് മടിയാണെങ്കിലും പിന്നെ അതിൻ്റെ ഗുണഗണങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കിയപ്പോൾ അവർ തന്നെ മുന്നിട്ട് അവ ചെയ്യാനായിട്ട് ഇറങ്ങും. സ്വന്തം വീടും അതിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നവർക്ക് മാത്രമല്ലേ കൂടുതലും സമൂഹത്തെ നല്ല രീതിയിലേക്ക് ആക്കുവാൻ കഴിയൂ. നമ്മൾ ഒരിടത്ത് പരാജയപ്പെട്ട് ഒന്നിൽ വിജയിച്ചിട്ട് കാര്യമില്ലല്ലോ. പരമാവധി നമ്മൾ ചെന്നെത്തുന്ന എല്ലാ വിഷയങ്ങളിലും വിജയിക്കാൻ തന്നെ ശ്രമിക്കണം. തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാലും വീണ്ടും ചെയ്ത് അത് തിരുത്തി ശരിയായ വഴിയിലേക്ക് അതിൻ്റെ വേയിലെത്തി കൃത്യമായി ഒരു വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ഒരു കഴിവ് ആർജിച്ചെടുക്കുവാൻ ഒരുപാട് ഞാൻ അവരെ പ്രേരിപ്പിക്കും. നമ്മുടെ വീടിനെ ആശ്രയിച്ച് ഒരു 10-30ഓളം പട്ടികളും കാക്കകളും പൂച്ചയും അങ്ങനെ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. അവർക്ക് വേണ്ട ഭക്ഷണവും എല്ലാം ഇതിനൊപ്പം തന്നെ എൻ്റെ മക്കൾ ചെയ്യും. ഓരോ വിഭവങ്ങൾ പഠിക്കുവാനും ചെയ്യുവാനും കൃത്യമായി തന്നെ കുക്കിങ്ങിൽ അത് ശരിയായ പാകത്തിലെത്തുവാനും സ്വയം സംരക്ഷിക്കാനും സ്വന്തം ശരീരത്തിനും മനസ്സിനും വേണ്ട പരിപൂർണമായ സുഖകരമായ കാര്യങ്ങളൊക്കെ ചെയ്യുവാനും എല്ലാം ഇതിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇതിനെല്ലാം ഉപരി നൃത്തത്തിന് വേണ്ടിയിട്ടും തിയറി ക്ലാസ്സിന് വേണ്ടിയിട്ടും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കും പിന്നെ ഒരുപാട് പരസ്പരം കാര്യങ്ങൾ സംസാരിക്കുന്നതിനും ഒക്കെയായിട്ടും സമയം മാറ്റും. പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യാതെ മുടന്ത ന്യായം പറഞ്ഞ് പുറകിലേട്ട് മാറുന്നത് ഒട്ടും തന്നെ എനിക്കിഷ്ടമുള്ള കാര്യമല്ല. എന്ത് കാര്യമാണെങ്കിലും ശരി, അത് ന്യായമാണെങ്കിൽ നമുക്കാവശ്യമുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് ചെയ്യുക തന്നെ വേണം. അവിടെ യാതൊരു അറപ്പോ മടിയോ ഒന്നും കാട്ടുവാൻ പാടില്ല. ഒപ്പം അത് നമ്മുടെ മനസ്സിനിഷ്ടമുള്ള രീതിയിൽ, മനസ്സിന് സന്തോഷമുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം. അതെനിക്ക് നിർബന്ധമാണ്. പൂർണ്ണമായിട്ടും നമ്മുടെ നിത്യതി മക്കളുടെ സ്വാതന്ത്ര്യം, സന്തോഷം, അവരുടെ മനസ്സിന് ഒക്കെ ആയിട്ടുള്ള രീതി, അങ്ങനെ മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഞാൻ പറയുകയുള്ളൂ. വിളക്ക് പോലെ പരിപാവനമായ തലത്തിലും മാലിന്യ കൂമ്പാരത്തിലും നിൽക്കേണ്ട വിധത്തിൽ തന്നെ നിൽക്കാനുള്ള ഒരു പഠനം, അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നമ്മൾ അറിയേണ്ട കാര്യം. അവർ തന്നെ നട്ട് കൃഷി ചെയ്തെടുത്ത വിളവുകളും പൂക്കളും ഒക്കെ കൊച്ചു സന്തോഷം തന്നെയാണ്. അതിൻ്റെ ഒരു രുചിയും ഒന്ന് വേറെ തന്നെയാണ്. ഒപ്പം സൗന്ദര്യവും. സസ്യങ്ങളെ സ്നേഹിക്കുക, പരിപാലിക്കുക, കൃഷി ചെയ്യുക, വിളവുകൾ ഉണ്ടാക്കുക, നമുക്കാവശ്യത്തിനുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സ്വയം ആർജിച്ച് ക്ലിയർ ചെയ്തെടുക്കുക. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പുതിയ തലമുറയിലെ മക്കളെല്ലാം തന്നെ ഉറപ്പായിട്ടും അത് ചെയ്യേണ്ടതുമാണ്. എന്ന് കരുതി നമുക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ നിർബന്ധിതമായിട്ട് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ വീട്ടിന് ആവശ്യമായ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ ഈ 15 സെൻറ്റ് വസ്തുവിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട്, അതിഷ്ടപ്പെട്ട്, അതറിഞ്ഞു വന്ന ഈ മക്കൾ അതേ രീതി തന്നെ സ്വീകരിക്കുകയും അവരത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്യാനും
ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്യാനും സമൂഹത്തെ അറിയുവാനും പ്രതിരോധങ്ങളെ തടയുവാനും നിസ്സാരമായി കളയേണ്ടതിന് നിസ്സാരമായി കളയുവാനും ഒക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിത്യതി മക്കൾ ആർജിച്ചെടുത്തു. ഓരോ 2 ദിവസങ്ങളിൽ പല പല കാര്യങ്ങളായിരിക്കും കൂട്ടുകാരെ ഞാൻ ഇവരെ കൊണ്ട് ചെയ്യിക്കുക. അവിടെ അവർ പണിയെടുത്ത് കഷ്ടപ്പെടുന്നു എന്നതല്ല ചിന്ത. അവർ അതിലെല്ലാം തെളിഞ്ഞു വരണം. ഒരു കാര്യത്തിലും പുറകിലേക്കാകരുത്. കലാകാരികളാകണം, നന്മയുള്ള വ്യക്തിത്വമാകണം, എല്ലാത്തിലുപരി നമ്മുടെ ജീവിതത്തിൽ വിജയിച്ചും കിട്ടണം അല്ലേ? അതിന് ഇതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ്. സത്യത്തിൽ ഒരു ദിവസത്തെ ദിനചര്യ തന്നെ നല്ലൊരു രീതിയിലായാൽ കൂട്ടുകാരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ജീവിതം എത്ര സന്തോഷകരമാവും. നമുക്കാകെ അവകാശമായി കിട്ടുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, ഈശ്വരൻ നൽകിയിട്ടുള്ള ഈ നിമിഷങ്ങൾ. അതുമാത്രം. ആ സമയത്തിൻ്റെ ഏറിയ പങ്കും ഇത്തരം കർമ്മങ്ങൾക്കും കർത്തവ്യങ്ങൾക്കും വിനിയോഗിക്കുന്ന പോലെ കുറേയേറെ പങ്ക് നമുക്കും കൂടെ വേണ്ടി വിനിയോഗിച്ച് സന്തോഷത്തോടെ അങ്ങോട്ട് ജീവിക്കുക. അങ്ങനെ എൻ്റെയും നിത്യതി മക്കളുടെയും കുറച്ച് വിശേഷങ്ങൾ കൂട്ടുകാരുമായിട്ടൊന്ന് പങ്കുവെച്ചാണ്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ എത്തും കേട്ടോ. ടാറ്റാ.